നമസ്കാരം. കോളേജ് ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ട 7 ലക്ഷം നഷ്ടപരിഹാര തുക പിൻവലിക്കാൻ കുടുംബത്തിന് ഹൈക്കോടതിയുടെ അനുമതി. നഷ്ടപരിഹാരം നൽകുവാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടതിന് എതിരെ സർക്കാർ നൽകിയ ഹർജിയിലെ തീർപ്പിന് വിധേയമായി തുക പിൻവലിക്കാനാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിനെ സർക്കാർ എതിർത്തു എങ്കിലും ഹർജിയിലെ തീർപ്പിന് വിധേയമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്ന് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാണിക്കുന്നു. ഹർജിയിൽ കക്ഷി ചേർന്ന സിദ്ധാർത്ഥന്റെ മാതാവ് MR ഷീബ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദികൾ ആയവർ ഇപ്പോഴും മനുഷ്യത്വരഹിതമായിട്ടാണ് പെരുമാറുന്നതെന്നും ഇതിൽ ആരോപിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മകനെ നഷ്ടപ്പെട്ടതിനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ട നഷ്ടപരിഹാരത്തിലൂടെ പരിഹരിക്കാം എന്ന തരത്തിലാണ് അവർ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 7 ലക്ഷം നഷ്ടപരിഹാരം കൊണ്ട് നികത്താവുന്നതല്ല തങ്ങൾക്കുണ്ടായ നഷ്ടമെന്ന് സിദ്ധാർത്ഥിൻ്റെ അമ്മ വ്യക്തമാക്കി. തുടർന്ന് ഹർജി പിന്നീട് പരിഗണിക്കുവാൻ മാറ്റി. സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾക്ക് 7 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 2024 ഒക്ടോബർ 1 ഉത്തരവ് ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ഉത്തരവ് ചോദ്യം ചെയ്യാൻ വൈകിയതിനെ തുടർന്നാണ് 7 ലക്ഷം ഹൈക്കോടതിയിൽ കെട്ടിവയ്ക്കുവാൻ സർക്കാരിനോട് നേരത്തെ നിർദ്ദേശിച്ചത്. BJP നേതാവ് സന്ദീപ് വചസ്പതി നൽകിയ പരാതിയിലായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുവാൻ ഉത്തരവിട്ടത്. മൂന്നാം കക്ഷിയുടെ പരാതിയിൽ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടത് തെറ്റാണെന്നത് അടക്കമുള്ള വാദമാണ് സർക്കാർ ഇപ്പോൾ ഉന്നയിക്കുന്നത്.